പ്രയാഗ്രാജ് മഹാകുംഭമേള അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ഇന്ന് ദുരന്ത സ്ഥലം സന്ദർശിക്കുമെന്ന് അറിയുന്നു. 30 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്. മഹാകുംഭ പ്രദേശത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയോഗിച്ച 3-അംഗ സമിതി അന്വേഷണം ആരംഭിക്കുകയാണ്. ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നറിയാൻ ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. എസ്കെൻ, ഏറെ ദുഃഖകരമായ ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം മഹാകുംഭ പ്രദേശത്ത് ഉണ്ടായത്. ആൾക്കൂട്ടത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 30 വിശ്വാസികളാണ് മരിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ഇന്ന് ഈ മേഖല സന്ദർശിക്കുന്നത്. ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം പ്രധാനമായും പരിശോധിക്കുക മഹാകുംഭ പ്രദേശത്ത് നിലവിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ പര്യാപ്തമോ എന്നാണ്. ഒപ്പം തന്നെ തിക്കും തിരക്കും ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യം സംബന്ധിച്ചുള്ള പ്രാഥമികമായ ഒരു പരിശോധനയും ഈ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം നടത്തും. കൂടുതൽ സുരക്ഷ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രമീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അത് ഒരുക്കുന്നതിന് ഉള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായാണ് ഉന്നതതല സംഘത്തിൻ്റെ സന്ദർശനം എന്നുള്ളത്. ഈ അപകടം നടന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത പോലീസിന് കൈവന്നിരിക്കുന്നു. ഈ ബുധനാഴ്ച രാത്രിയോടെ 7 മണിയോടെ തന്നെ വലിയ ആൾത്തിരക്ക്, പ്രതീക്ഷിച്ചതിലും വലിയ ആൾത്തിരക്ക് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ നിരവധി പേർ സ്നാനം ചെയ്തു. ഇത്തരത്തിൽ സ്നാനം ചെയ്ത് മടങ്ങിപ്പോകുന്നവരും ഇന്നലെ ഒരു വിശിഷ്ട ദിനമായിരുന്നുകൊണ്ട് തന്നെ കൂടുതൽ പേർ സ്നാനത്തിനായി എത്തിയിരുന്നു. ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ അഖാഡകൾക്ക് സമീപമുള്ള വഴിയിൽ വെച്ച്. തുടർന്നാണ് ബാരിക്കേഡുകൾ തകരുകയും ആളുകൾ വീഴാനും മരണത്തിനും ഇടയാക്കിയത് എന്നുള്ളതാണ്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 36 പേരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരിട്ട് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഈ സംഭവത്തിൻ്റെ കാരണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതിൽ ജസ്റ്റിസ് ഹർഷൻ കുമാർ, മുൻ DGP ഗുപ്ത, കൂടാതെ വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ VK സിംഗ് എന്നിവരടങ്ങുന്ന ഈ സമിതി ഉടൻ തന്നെ സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മഹാകുംഭ പ്രദേശം ഉൾപ്പെടെയുള്ളവ സന്ദർശിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം നടത്തുക. കൂടാതെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയും ഈ സംഘം രേഖപ്പെടുത്തും. SKN നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.